യോ ഗൈസ്, അപ്പോൾ ഇറ്റ്സ് മീ ഡ്യൂഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നല്ല ചൂടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഈ പക്ഷികളും മറ്റ് ഈ മൃഗങ്ങൾക്കൊക്കെ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് നികത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് അരിയൊക്കെ അവർക്ക് കൊടുക്കുക, ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പം ഇനി നമുക്കതിന് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ കൊടുക്കേണ്ട ഈ വെള്ളവും അരിയും എല്ലാം കയ്യിലുണ്ട്. നമുക്കിപ്പോൾ ഏതായാലും മുകളിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് ആദ്യം ആ പാറയുടെ മുകളിലാണ് ഇത്തിരി ഇത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നല്ല ഏതായാലും കൊടുക്കണം. അപ്പുറത്തെ സൈഡെല്ലാം നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് അവിടെ റൗണ്ട് അടിച്ചിട്ട് വരാം. റൗണ്ട് അടിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ഓരോ സ്ഥലത്ത് വയ്ക്കുകയും ചെയ്യാം. ഗൈസ്, നമുക്ക് ആ ഒരു സൈഡായിട്ട് വയ്ക്കാം. ഗൈസ്, നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഒരു ചിരട്ട വേണം. മീൻസ് ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് വെക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഗൈസ്, ഞാൻ അത് തന്നെ ഒരു ചിരട്ട വെക്കുന്നുണ്ട്. ഓട്ടയാണല്ലോ ഇത്, ഓട്ടയാണ്. ഇതോട്ടും നീ ഏതാണ് എടുക്ക്. ഗൈസ്, അത് ഓട്ടയാണ്. അവനെന്തോ കണ്ടിട്ടുണ്ട്. ബോക്സ് അവിടെ ഇട്ടോ, അത് ആവശ്യമില്ല. അവിടെ ഇട്ടോ. ഗൈസ്, നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ വേണം ഇത്തിരി അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ആകുമ്പോൾ അവിടെ ആകുമ്പോൾ മറ്റ് വേറെ വല്ല ജീവികൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഇത് ഒഴിച്ചല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് ഒരു ബൗൾ പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടിയാലേ ഇതിൽ വെക്കാൻ കഴിയുള്ളൂ. ഇവിടെ നടുക്ക് വെച്ചാലോ? വേണ്ട, നീ ഒന്ന് നോക്കടാ, ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്ക്. ആ, കിട്ടി ഗൈസ്. നല്ല സാധനം കിട്ടി ഗൈസ്. നമുക്ക് അജു ഗൈസ്, നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് അജു ഒരു മിനിറ്റ്. അതെ അതെ, ഒരു മിനിറ്റ്. അജു ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. ഞാൻ ഇവിടെ ഓക്കെ, ഒറ്റ മിനിറ്റ് ഗൈസ്. എനിക്കൊരു സംശയം. ഗൈസ്, ഇത് ഏതായാലും ഈ ഒരു കാടിൻ്റെ പ്രദേശമായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇനി നല്ല ജീവികൾ മുട്ടയിട്ട് വെച്ച് വെക്കുന്നുണ്ടാവും. ഇല്ല, ഞാനൊന്ന് നോക്കാം. നീ അടി വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കിട്ടോ. ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അല്ല ഗൈസ്, ഇവിടെ കുറേ കാടക്കോഴികളുണ്ട്. അപ്പോൾ സംടൈംസ് അതൊന്നുകൂടെ മുട്ടിയിട്ട് വയ്ക്കാറുണ്ട്. അതാണ് എനിക്കൊരു ഡൗട്ട്. സൂക്ഷിച്ചേർക്ക്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇത്തിരി കൂടെ അങ്ങോട്ട് പോയി നോക്കാം. പോയി നോക്കാം. കാണാമല്ലോ. ബൈ ദ വേ ഗൈസ്, ഇവൻ എൻ്റെ അനിയനാണ്.
അജ്വൽ എന്നാണ് പേര്. നമ്മളെല്ലാവരും അജുനെ വിളിക്കാം. കണ്ടു ദേനെ അത് തൊടണ്ട, തൊട്ട് കഴിഞ്ഞാ അതിന്റെ അമ്മുക്കൾ മാറ്റും. അത് ശരിയാണ്. എനിക്കറിയായിരുന്നു ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി തപ്പി നോക്കാം. ചിലപ്പോൾ നീ കണ്ടല്ലോ, ഞാൻ 2 ദിവസം മുന്നേ ഇല്ലേ അതാ അവിടെ എവിടെയോ ആയിട്ട് ഒരു പക്ഷി ആടിയിരിക്കുന്നുണ്ട്. ആടിയിരിക്കുന്ന മീൻസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഡൗട്ട്. ശരി നീ ഇപ്പോൾ ഇതെന്തെങ്കിലും ഇവിടെ വെക്കി. ഇതിൽ നമുക്ക് തീറ്റിട്ടുള്ളൂ. അതിനു മുന്നേ നമുക്ക് എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ഇവിടെ ഇനി ഒന്നുകൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതായത് ഇനിയൊരു കുറച്ചുകൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താ അറിയോ, ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷി ഇവിടെ ഒന്ന് ഇരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവിടെ ആയിരിക്കും. ഇന്നലെ 2 ദിവസം മുന്നേ തോന്നുന്നു ഗൈസ്. ഈ ഒരു സ്ഥലത്ത് എവിടെയായിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ തന്നെ എല്ലാവരും മുട്ടയിടുന്ന ഇവിടുത്തെ പക്ഷികൾ സൂക്ഷിക്കുക. എൻ്റെ ഒരു ഡൗട്ട് ശരിയാണെങ്കിൽ ഇവിടെ എവിടെയും ഉണ്ടാവും. ഇവിടെ ഉണ്ടാവില്ലായിരിക്കില്ലേ. ഇവിടെയൊക്കെ ഉണങ്ങിയ സ്ഥലത്തായതുകൊണ്ട് പച്ചപ്പുള്ള സ്ഥലത്ത് മൊത്തം മുട്ടയിട്ടില്ല. അവിടെ ഇത്തിരി പച്ചയുണ്ട്, അതുകൊണ്ടാണ് അവിടെ മുട്ടയിട്ടത്. അതിനൊന്നുമില്ല. ഞാൻ സൂക്ഷിച്ച് കാല് വെക്കിട്ടോ. എനിക്ക് മണ്ണിരടിലൊക്കെ മുട്ടനെ കുഴിച്ചിടും. എപ്പോഴാണ് ഇങ്ങനെ മുട്ടയിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊരു കാടക്കോഴിൻ്റെ മുട്ട പോലെ തോന്നുന്നുണ്ട്. കാടക്കോഴി ആയിരിക്കില്ലേ ഗൈസ്? 4 മുട്ട ഇടുന്നുണ്ട്. ഗൈസ് നമ്മളപ്പോൾ അതിൽ വന്ന പരിപാടി ചെയ്യാം. ഇപ്പോൾ ഒരു ഇത് കിട്ടിയല്ലോ, ഇതിലിവിടെ വെക്കാം. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും മുട്ട കണ്ട സ്ഥിതിക്ക് അവിടെ തന്നെ വെക്കാം. അതെ, അതുകൊണ്ട് നമുക്കിപ്പോൾ ആ പാത്രം എടുത്തോട്ടോ. അതെ നമ്മളിപ്പോൾ വേണ്ട സാധനം എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് അതിൽ കൊണ്ടുപോയി വെച്ച് നോക്കാം. വെച്ച് അതിന് ഓക്കെ. ഞാനിതിപ്പോൾ ഇനി കൈ വെച്ച് തൊടണ്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പ്രശ്നം. ഗൈസ് നമ്മളപ്പോൾ നമ്മൾ വന്ന പരിപാടി കൂടെ, അതായത് അരിയുണ്ട്, നമ്മൾ 2 സാധനം എടുത്തിട്ടുള്ളൂ. വെള്ളം അവിടെ, പിന്നെ ഗൈസ് നമുക്കപ്പോൾ ഇതിലേതായാലും അരിയും വെള്ളമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോറി, കുഴപ്പമില്ല. ഇതിലായി വെള്ളം ഒഴിച്ച് വയ്ക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വണ്ടി വരും. ഗൈസ് നമ്മളപ്പോൾ ഇത് നമ്മളെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. എന്തോ ഗൈസ് എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഫുള്ള് ഞാൻ ഒരുപാട് നന്മയായി പോയി ഗൈസ്. ഇതൊക്കെ ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇത് എനിക്ക് 1 മിനിറ്റ്, ഞാൻ വരാം. അവിടെ നിന്ന് വല്ല പാത്രം എന്തെങ്കിലും കിട്ടാൻ നോക്കിത്തരാം. നമുക്കിപ്പോൾ നല്ലൊരു ഷേപ്പിലുള്ളൊരു പാത്രം തന്നെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമാണ്. നമുക്കിപ്പോൾ ഇതിൽ തന്നെ വെക്കാൻ കഴിയുന്നതാണ്. ഇത് വെക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. രണ്ടിലും തീറ്റിയിടാം. രണ്ടിലും വെക്കാം. മുട്ടനെ ഒന്നും ചെയ്യണ്ട കേട്ടോ.
ഇതിലിപ്പോൾ ഇത്ര വെച്ചാൽ മതി അല്ലേ? കൊണ്ടുവന്ന വെള്ളം അതിൽ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അരി ഇനിയും കുറേ ഉണ്ട്. വലിയ പക്ഷിക്ക് കൊടുക്കാൻ വേണ്ടേ? നമുക്ക് എല്ലാവരും ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് വെച്ചിട്ട് ഇനി ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് അരി വെച്ചിട്ട് ആ കുപ്പിയിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി വെള്ളം കൂടെ നിറയ്ക്കാം ഗൈസ്. അതാ ഇപ്പോൾ ഈ പാത്രത്തിൽ ഇത് വെക്കാം. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വെള്ളം നിറയ്ക്കാം. സെറ്റ് ബാ. അതിന് മുന്നേ ഒക്കെ ഒന്ന് എടുക്കട്ടെ ഗൈസ്. നമ്മളപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. കുപ്പി എടുത്തോ ഗൈസ്. അതിന് മുന്നേ ഞാനതൊന്നും അടച്ച് വെക്കട്ടെ. അതവിടെ ഇരുന്നോട്ടെ ഗൈസ്. നമ്മളപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്ക് പോകാൻ പോണ്. അതിന് മുന്നേ നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് പോകാൻ പോണ്. എനിക്ക് തോന്നണു അതോ ഇവിടെ വയ്ക്കാം. ഇവിടേക്ക് വന്നില്ല. അപ്പോഴേക്കും വേറെ പാത്രം കിട്ടി. അതാണ് ഇവിടെ വയ്ക്കാം അല്ലേ? നല്ല സ്ഥലമാണ്. അത് താടാ ഇതാണ് അതിങ്ങനെ പറിച്ച് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഇവിടെ വെള്ളം വെക്കാം ഗൈസ്. കറക്റ്റാ. അത് നമുക്ക് ഇനി വെച്ച് വെള്ളം നിറച്ചിടാം. ഈ നിറച്ചോ. ഇതൊന്നും വേണ്ടടാ. അവിടെ നല്ല വെള്ളമാണ്. ഇത്തിരി ക്ലാരിറ്റി ഉണ്ടാവും. ബാ. മീൻസ് ആ വെള്ളം ഇത്തിരി തെളിമ ഉണ്ടാവും. ഇത് ചളി പോലെ ഉണ്ട് ഗസ്. കണ്ട ഫുള്ള് കലങ്ങി അടിച്ച് കിടക്കുകയാണ്. ഇങ്ങോട്ട് വാ. അവിടെ ആ പാറയുടെ ഓരത്തുനിന്ന് വരാകുമ്പോൾ പാറയുടെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. നീ വരിക്കോ. ഇതൊക്കെയാണ് ഗൈസ്. നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളം. എന്നാൽ ഒരുപാടൊന്നുമില്ല. ആവശ്യത്തിനുള്ള എടുത്താൽ മതി. കുറച്ച് ശരി ഞാൻ നിറച്ചോ. അയ്യോ കൊണ്ടുപോകാം ഗൈസ്. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള മീനൊന്നും കിട്ടില്ല ഗൈസ്. ഇതേക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൊണ്ടുവച്ച് നമ്മൾ വെച്ച പാത്രത്തിൽ ഈ വെള്ളവും പിന്നെ ഒരു പാത്രത്തിൽ അരിയോ ആക്കിയിട്ട് സെറ്റാക്കാം ഗൈസ്. ഇവിടെ നല്ല വൈബല്ലേ? നല്ല വൈബുണ്ട് ഇവിടെ. ഈ പ്ലേസ് ഗൈസ് വിചാരിക്കാൻ നല്ല വെയിലുണ്ട് ഇവിടെ. ഒടുക്കത്തെ വെയില ഗൈസ്. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമുക്കിപ്പോൾ ഇനി അതിലും വെള്ളവും അരിയെല്ലാം ഒഴിക്കാം. ഇത് നമ്മുടെ വെള്ളം കണ്ടോ? ഇവിടെ നിന്ന് നിറച്ചുകൊണ്ട് വെള്ളമാണ് അറിയില്ല. അതെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഗൈസ് ഇതേക്കടാ. ഇത് ഫുള്ള് വെള്ളമാക്കിയിട്ടുണ്ട്. അരിയോ